നമസ്തേ. പുനർജനി ആയുർവേദ കോളേജിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആരോഗ്യ മേഖലയുമായിട്ട് ആയുർവേദ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആളുകളെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് വളരെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കുറച്ച് ഭൂതങ്ങളെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്നതാണ് പഞ്ചമഹാഭൂത സിദ്ധാന്തം. എന്താണ് പഞ്ചമഹാഭൂത സിദ്ധാന്തം? നമുക്ക് ഈ പഞ്ചമഹാഭൂത സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തി തിരികെ വരാം. സർവം ദ്രവ്യം പഞ്ചഭൗതികം എന്നാണ്. അതായത് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അതാണ് ശരീരവും പഞ്ചഭൂതജന്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് എങ്ങനെയാണ്? ശരീരത്തെ നിലനിർത്തുന്നത് പഞ്ചഭൂത ഗുണയുക്തമായ നമ്മുടെ ആഹാരങ്ങൾ തന്നെയാണ്, അല്ലേ? ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ ഭൂതങ്ങളെന്ന് നോക്കാം. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് ഈ പഞ്ചമഹാഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂതങ്ങൾ. എന്താണ് പൃഥ്വി? പൃഥ്വി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭൂമിയാണെന്നല്ലേ. ഇനി ഈ ഭൂമിയുടെ പ്രത്യേകത അല്ലെങ്കിൽ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പരമാണുക്കളുടെ ഖരാവസ്ഥയിലുള്ള ഭാവമാണ് പൃഥ്വി എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ കട്ടിയായിട്ടുള്ള, അതായത് സ്ഥൂലഭാവത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള അസ്ഥി പോലുള്ള ഉറപ്പുള്ള ഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന പൃഥ്വിഭൂതത്തിൽ നിന്നുമാണ്. അടുത്തത് ഏതാണ്? ജലം ഭൂതമാണ്. ദ്രവാവസ്ഥയിൽ ഉള്ള ഭാവമാണ് ജലമഹാഭൂതം എന്ന് അറിയപ്പെടുന്നത്. ഇനി അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ദേഹവസ്തുവിൽ സൗമ്യവും ദ്രവാവസ്ഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഘടകങ്ങളെല്ലാം രൂപപ്പെടുന്നത് നമ്മുടെ ഈ ജലഭൂതത്തിൽ നിന്നുമാണ്. ഇനി അടുത്തത് അഗ്നി. അതായത് ദ്രവ്യാധിഷ്ഠിതമായ ഒരു രാസപരിണാമമാണ് അഗ്നി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് വായു തത്വം. പരമസൂക്ഷ്മവും സ്വയം വിഘടിതവുമായ അണുക്കളുടെ ഒരു കൂട്ടത്തെയാണ്, ഒരു സമൂഹത്തെയാണ് നമ്മൾ വായു എന്ന് പറയാറ്. ജീവികളുടെ ശ്വാസോച്ഛ്വാസം, സന്ധികളുടെ ചലനാത്മകമായ സ്ഥിതിവിശേഷം ഇവയെല്ലാമാണ് നമ്മുടെ വായു തത്വത്തിന്റെ കർമ്മം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ വളരെ വിശേഷപ്പെട്ട തത്വമാണ് ആകാശതത്വം. ആകാശതത്വം എന്നത് വളരെ ശുദ്ധവും അതേപോലെ തന്നെ നിശ്ചലവുമായിട്ടുള്ള ഒരു ശൂന്യതയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കപ്പെടാം. ഈ പഞ്ചമഹാഭൂതങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് ത്രിദോഷങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ത്രിദോഷം എന്ന് പറയുന്നത്. ത്രിദോഷം എന്ന് പറയുന്നത് വാതം, പിത്തം, കഫം എന്നീ 3 രീതിയിലുള്ള ദോഷങ്ങളെയാണ്. ഈ ദോഷങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ് ആരോഗ്യമുള്ള ഒരു ആൾക്ക് ആരോഗ്യസ്ഥിതി മോശമാകുന്നതും അതേപോലെ ഇത് സമമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സ്വസ്ഥൻ എന്ന് അറിയപ്പെടുന്നതും എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു പോന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ വാതദോഷം എന്ന് പറയുന്നത് വായു, ആകാശം എന്നീ ഭൂതങ്ങൾ ചേർന്നിട്ട് ഉണ്ടായതാണ്. ആയതിനാൽ വാദത്തിന്റെ വൃത്തിയും ക്ഷയവും ഈ മഹാഭൂതങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളെ കൊണ്ട് സൂചിപ്പിക്കുന്നു. പിത്തദോഷം അഗ്നിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അഗ്നിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തത് കഫദോഷമാണ്. ത്രിദോഷ തിയറിയിൽ അടുത്തതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ദോഷമാണ് കഫദോഷം. ഈ കഫദോഷം പൃഥ്വി, ജലം എന്നീ പഞ്ചമഹാഭൂതങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. പുനർജനിയുടെ ഈ ക്ലാസ്സുകൾ കണ്ടും കേട്ടും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ടാണ് ഇനി മുമ്പോട്ടുള്ള ഓരോ ക്ലാസ്സുകളും നീങ്ങുന്നത്. ഈ വർഷത്തെ ഏറ്റവും നല്ല ആയുർവേദ കോളേജിനുള്ള അവാർഡ് പുനർജനി ആയുർവേദ കോളേജിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുകയാണ്. 20 പേരെയാണ് നമ്മൾ ഒരു ബാച്ചിൽ എടുക്കുന്നുള്ളൂ. അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ജോലി എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും 100% ജോലി പുനർജനി ആയുർവേദ കോളേജ് ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.